ഇവിടെ ആരും ഇല്ലേ? ആരുമില്ല, കേറി പോരെ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാനവിടുത്തെ പ്രതിഷ്ഠ. ചെയ്യാൻ കഴിയുന്ന ഒന്നും തരാത്തവർക്ക് കൂടുതൽ കൊടുക്കുക എന്ന ആ മോദിയുടെ മനസ്ഥിതി എത്ര വലുതാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ടും മോദിയെ ചീത്ത പറഞ്ഞതിൽ ഉറക്കം വരില്ല. അതായിരിക്കും മനസ്സിലാകാത്തത്. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. നമ്മുടെ മാഹി പ്രദേശം അത് നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ്. സംസ്ഥാനം അങ്ങനെ ആക്കിയില്ല. എന്നിട്ട് 10 കൊല്ലമായി അല്ല 14 കൊല്ലമായി എന്തായിരുന്നു അവിടെ? വേശ്യകളുടെ കേന്ദ്രമായിരുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ ആരോപിച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ? എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്. കൺട്രിമാൻ, ടു ബാഡ് കൺട്രി പീപ്പിൾ. ആ റോഡിലൂടെ പോകാൻ കഴിയുമെന്ന് രാത്രി സമയത്ത് ഒരു നാണം കെട്ട നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് PC ജോർജ് എന്നാണ്. PC ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത്. ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് PC ജോർജിനെ പരമചറ്റ എന്ന് വിളിച്ചിട്ടാണ്. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരം. നിങ്ങൾ എല്ലാവരുടെ കേൾക്കാൻ വേണ്ടി പറയും, PC ജോർജിനെ ദൈവം പെണ്ണായി സൃഷ്ടിച്ചിരുന്നെങ്കിൽ അവനൊരു വേശ്യയായിരുന്നു. പുത്തരിക്കണ്ട മൈതാനത്തിൽ നിന്ന് 5 രൂപയ്ക്ക് പൊക്കി കൊടുത്തേനെ എല്ലാവർക്കും. ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായിട്ട്. ഹോട്ടലിലേക്കും പോകത്തില്ല. ഹോട്ടലിൽ പോയാൽ അത്രയും നേരം പോകും. ഇത് കട്ടം പൊക്കുന്നാണെങ്കിൽ പൊക്കി തകർത്ത് തിന്നേനെ. നീ ഓർത്തോ ഓർത്തല്ല, ഞാൻ ഡെന്റിസ്റ്റ് പല്ല് ഞാൻ എടുക്കും. ഗുണ്ടകളും റവടികളും തെമ്മാടികളും കൂത്താടിയിരുന്ന പ്രദേശമല്ലേ അത്? എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? കോഴിക്കോട് NDA കൺവെൻഷനിലായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശം. മാഹിയിലെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഈ പ്രസംഗം നടത്തിയത്. ആണും പെണ്ണും കെട്ടവരെ എന്തായാലും ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായി. ഇന്ന് മാഹി MLA അടക്കമുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാഹിയിലെ സ്ത്രീകളെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ PC ജോർജിനെതിരെ പോലീസ് കേസെടുത്തു. കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് കലാപാഹ്വാനത്തിന് കേസെടുത്തത്. വർത്താനം പറയല് മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.